എല്ലാവരും ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഗുരുവായൂരപ്പൻ കുറിച്ചാണ്. ഗുരുവായൂർ അപ്പനെ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. മനസ്സിൽ നിഷ്കളങ്കനായിട്ടുള്ള കള്ളവുമില്ല ചതിയുമില്ലാത്ത ഏതൊരാൾക്കും ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിക്കണം. ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ പോകണം എന്ന് മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും തന്നെ ആഗ്രഹം കാണും. പക്ഷെ നമ്മൾ വിചാരിച്ച ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കില്ല. ഗുരുവായൂരപ്പൻ നമ്മളെ കാണാൻ വേണ്ടി അങ്ങോട്ട് വിളിപ്പിക്കണം. എന്നാൽ മാത്രമേ ഗുരുവായൂരപ്പനെ നമുക്ക് കാണാൻ സാധിക്കൂ. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്ന. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴും ഒക്കെ ഗുരുവായൂരപ്പനെ സ്വപ്നം കാണുക. ഡെയിലി ഇങ്ങനെ സ്വപ്നം കാണണമെങ്കിൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ കണ്ണനെ കാണാൻ ദർശിക്കാൻ സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മൊബൈൽ തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഒക്കെ കണ്ണൻ്റെ നിഷ്കളങ്കമായ തേജസ്സുള്ള മുഖം എപ്പോഴും നമ്മുടെ ഗുരുവായൂർ കണ്ണൻ്റെ പാട്ടുകൾ അങ്ങനെയൊക്കെ കേൾക്കുന്ന ടി വിയിലും മൊബൈലും ഒക്കെ തുറന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും. മൂന്നാമത്തെ അറിയിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെണ്ണ ആറ്റൊഴിയില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും വെണ്ണ കാണും. ഇതും ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോകാനുള്ള സൂചനയാണ്. പിന്നെ മൈപ്പീലി നമ്മൾ സ്വപ്നം കാണുക, അതുപോലെ മഞ്ചാടി കുരു നമ്മൾ സ്വപ്നം കാണുന്ന ഒക്കെ ഗുരുവായൂരപ്പൻ്റെ ഒരു കാണാൻ സമയമായി നമുക്ക് വരുന്ന സൂചനയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.